വി.ഡി. സതീശൻ നേതൃത്വം നൽകുന്ന യു.ഡി.എഫിലേക്ക് ഇല്ലെന്ന് പി.വി. അൻവർ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല. നേതാക്കന്മാർ ഇനി തനിക്ക് വേണ്ടി ചർച്ച നടത്തി വിഷമിക്കേണ്ടെന്നും പി.വി. അൻവർ പറഞ്ഞു. ആകാംക്ഷയുടെ മുൾമുനയ്ക്കൊടുവിലാണ് പി.വി. അൻവർ നിലപാട് വ്യക്തമാക്കിയത്. അഹങ്കാരത്തിന് കയ്യും കാലും വെക്കുക എന്ന് പറയും നമ്മളെ പണ്ടത്തെ ആളുകൾ. ഒരൊറ്റ വ്യക്തിയാണ്, അല്ലാതെ യു.ഡി.എഫിൻ്റെ ഒരു നേതാക്കന്മാർക്കും ഇതിലില്ല. ഈ ഒരു ഘട്ടത്തിൽ യു.ഡി.എഫിലേക്ക് ഞാനില്ല. ഇനി എന്നെ ദയവായിട്ട് ഒരു നേതാക്കന്മാരും വിളിക്കരുത്. ഞാൻ മത്സരിക്കുന്നതാണ് അവർക്ക് പേടി. ഞാൻ മത്സരിക്കുന്നില്ല. എനിക്ക് മത്സരിക്കാൻ ആഗ്രഹമുണ്ട്, ശേഷിയില്ല. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണമെന്നും അൻവർ ആവർത്തിച്ചു. എന്നാൽ തന്നോടുള്ള വ്യക്തിവിരോധമല്ലെന്നും സതീശന് പിന്നിൽ ഒരു ലോബിയുണ്ടെന്നും അൻവർ പറഞ്ഞു. ഞാൻ മിനിയാന്ന് നിങ്ങളോട് പറഞ്ഞു, ഇതിൻ്റെ പിന്നിൽ ഒരു നിഗൂഢതയുണ്ട്. ഞാനും അദ്ദേഹം തമ്മിൽ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നമില്ല. വ്യക്തിപരമായിട്ട് ഒരു പ്രശ്നമില്ല. ഉണ്ടായിരുന്ന വിഷയങ്ങൾ മുഴുവൻ പബ്ലിക്കിനോട് കാര്യം പറഞ്ഞ് മാപ്പ് പറഞ്ഞ് വ്യക്തിപരമായിട്ട് അദ്ദേഹത്തെ കണ്ടപ്പോൾ ഞാൻ അദ്ദേഹത്തെ ഹൃദയത്തെ തൊട്ട് പറഞ്ഞു കേട്ടോ, സോറി, അങ്ങനെ പറ്റിപ്പോയി. സംസ്ഥാന സർക്കാരിന്റെ തെറ്റായ നയങ്ങൾക്കെതിരെ തുടർന്നും ശബ്ദമുയർത്തും. LDF സ്ഥാനാർത്ഥി എം സ്വരാജ് പിണറായിയുടെ വക്താവെന്നും വിമർശനം. സ്വരാജ് എൻ്റെ അടുത്ത സുഹൃത്താണ്, എനിക്കിഷ്ടമാണ് വ്യക്തിപരമായിട്ട്. പക്ഷേ ഈ പിണറായിസത്തിൻ്റെ കേരളത്തിലെ ഏറ്റവും വലിയ വക്താവാണ് ആര്? ഈ സ്വരാജ് അല്ലേ? പിണറായിസത്തെ താലോലിക്കുന്നതിൽ മുൻപന്തിയിലല്ലേ സ്വരാജ്? അസോസിയേറ്റഡ് ഘടകകക്ഷിയാക്കാമെന്ന UDF നിലപാടിൽ തിരക്കിട്ട ചർച്ചകൾക്കും കൂടിയാലോചനകൾക്കും ശേഷമാണ് അൻവർ നയം പ്രഖ്യാപിച്ചത്. UDFിനെ ഒന്നാകെ വിമർശിക്കാതെ മത്സരിക്കില്ലെന്ന് പ്രഖ്യാപിച്ച പി.വി. അൻവർ ഇനിയും സാധ്യതകൾ തുറന്നിടുകയാണ്. മത്സരിക്കണമെന്ന ആഗ്രഹത്തിന് പണമില്ലായ്മയാണ് തടസ്സമെന്ന തുറന്നു പറച്ചിലൂടെ നോമിനേഷൻ സമർപ്പിക്കേണ്ട അവസാന തീയതി വരേക്കും അപ്രതീക്ഷിത മാറ്റങ്ങൾ ഉണ്ടായേക്കാമെന്നും സൂചിപ്പിക്കുന്നു. ഷബീർ ഒമർ, ടീം മീഡിയ 1, നിലമ്പൂർ.